ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം എൻ്റെ ചേച്ചിക്ക് ട്രിപ്ലറ്റ്സ് ആണ്. അപ്പം അവർക്ക് ഗുരുവായൂർ വെച്ചിട്ട് ചോറ് കൊടുക്കാം എന്നൊരു നേർച്ചയുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. ഞാൻ, ഏട്ടൻ റിത്തപ്പൻ, എൻ്റെ അമ്മയും ആദ്യക്കുട്ടനുമായിരുന്നു ഒരു വണ്ടിയിൽ, ബാക്കിയുള്ളവർ വേറെ വണ്ടിയിലായിരുന്നു. ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്ന വഴിയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു. ഏട്ടന് വിശക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി കയറി. ഏട്ടനൊരു ബിരിയാണിയൊക്കെ കഴിച്ചു. റിത്തപ്പന് പിന്നെ ഐസ്ക്രീം കണ്ടപ്പോഴത്തേക്കിനും അവൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് പോരാ, അത് ചെറുതാണെന്ന് പറഞ്ഞിട്ട് വേറൊരെണ്ണം കൂടെ മേടിച്ചിട്ട് അവൻ കഴിച്ചു. ഞങ്ങൾ പിന്നെ ഒരു ചെറിയ റിഫ്രഷ്മെൻറ്റ് പോലെ ചായ കാപ്പിയൊന്നും കുടിച്ചില്ല, ചൂടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു നാരങ്ങ വെള്ളം പിന്നെ ചെറുകടികളും എടുത്തു. റിത്തപ്പൻ ഐസ്ക്രീം പോരാഞ്ഞിട്ട് അതിൻ്റെ പുറകെ അവൻ ജ്യൂസ് കൂടെ മേടിച്ച് അതും കുടിച്ചിട്ടാണ് വണ്ടിയിൽ കയറിയത്. ഇത് നമ്മുടെ ട്രിപ്ലറ്റ്സിലെ മൂത്ത ആളാണ്, ഇഷക്കുട്ടി. നമ്മൾ പിന്നെ അവിടുന്ന് ബില്ലൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. ഏറ്റവും ഇളയ ആളാണ് ചേട്ടയിലിരിക്കുന്നത്, ആദിശ്രീ. ശ്രീമോള് കുഞ്ഞാറ്റ എന്ന പേരിലാണ് അവൾ അറിയപ്പെടുന്നത്. ഋത്തുക്കുട്ടൻ ജ്യൂസും കുടിച്ചു. പിന്നെ ഞങ്ങൾ മേടിച്ച നാരങ്ങാവെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വണ്ടിയിലോട്ട് കയറാൻ തുടങ്ങുന്നത്. അവന് 2 ജ്യൂസ് മേടിച്ചിരുന്നു. ഒരു ജ്യൂസ് ആദിക്കുട്ടനും കൊടുത്തു. അവർ രണ്ടുപേരും ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞ്. എന്താണെങ്കിലും ജ്യൂസ് ഐസ്ക്രീം എന്നുള്ള അടിപൊളി പണിയാണ് ഞങ്ങൾക്ക് തന്നത്. ഋത്തുക്കുട്ടൻ കുറച്ചും കൂടി നീങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് വാള് വെച്ചു. പിന്നെ എൻ്റെ ദേഹത്തും വണ്ടിയിൽ ഫുള്ള് ഛർദ്ദിച്ചു. പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഋത്തുക്കുട്ടന് നല്ല ക്ഷീണമായിപ്പോയി. എടുത്തടിച്ച പോലെയാണ് ഞങ്ങൾ ഛർദ്ദിച്ചത്. പിന്നെ അവൻ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. നമ്മൾ പോകുന്ന വഴിക്ക് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തിരുന്നു. പിന്നെ ഒരു 10-10:30 ആയപ്പോൾ നമ്മൾ തൃശ്ശൂരെത്തി. അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ, അതിന് വേണ്ടി നമ്മൾ തൃശ്ശൂരിലെ ആര്യാസിലാണ് കയറിയത്. ക്ലോസിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് റൈസ് ഐറ്റംസോ ചപ്പാത്തിയോ ഒന്നും കിട്ടിയിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് മസാല ദോശ, നെയ്റോസ്റ്റ് ആൻഡ് പ്ലെയിൻ ദോശയായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഫുഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളും അതുപോലെ തന്നെ പിള്ളേർക്കും കൊടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, കോഫിയൊക്കെ കുടിച്ചു. നമുക്ക് എന്താണെങ്കിലും വിശപ്പ് അങ്ങോട്ട് ശമിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ദോശ തിന്നിട്ട് അത്രയ്ക്കും അങ്ങോട്ട് ആയില്ല. പിന്നെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോയി. അവിടെ ചെന്ന് നമ്മൾ ക്ഷീണം കാരണം നമ്മൾ ഉറങ്ങിപ്പോയി. 6 മണിയായപ്പോൾ ഞാൻ ഏറ്റ് ഫ്രഷ് ആവാൻ വേണ്ടി ഞാൻ പോയി. റിത്തപ്പനും ഏട്ടനും ഏറ്റിട്ടില്ലായിരുന്നു. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഏട്ടനെ വിളിച്ചേൽപ്പിച്ചു. അതിന് ശേഷം ഋതു കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങിക്കോട്ടെന്ന് കരുതി. കാരണം അവന് നല്ല ക്ഷീണമായിരുന്നു ഇത്രയും ദൂരം യാത്ര ചെയ്തപ്പോഴത്തേക്കിന്. പിന്നെ ഞാൻ അടുത്ത റൂമിലേക്ക് പോയി. അവിടെ എന്തായി ഒരുക്കങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചേട്ടനെ ചേച്ചിയുടെ റൂമിൽ പോയി. അപ്പോൾ ചേട്ടൻ പിള്ളേർക്ക് വേണ്ടിയ പാലും ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ ഇഷക്കുട്ടൻ ഏറ്റിട്ടുണ്ടായിരുന്നു. ഏറ്റ് വന്ന പാടാണിത്. അവൾ കുളിച്ചിട്ടൊന്നുമില്ല. അവളെ കുളിപ്പിക്കണം. പിള്ളേരെ റെഡിയാക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് പിടിച്ച പരിപാടി. അതിൻ്റെ അവർക്ക് ഫുഡ് കൊടുക്കുന്നത്. അടുത്ത റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്കിനും അവിടെ അച്ചച്ചയും പിന്നെ ഏറ്റവും ഇളയ ആൾ കുഞ്ഞാറ്റയും അമ്മയും പിന്നെ നമ്മുടെ ആദ്യക്കുട്ടനും ഉണ്ടായിരുന്നു. അമ്മ ആദ്യക്കുട്ടനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യക്കുട്ടനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ അവനെ ചേട്ടാന്ന് വിളിച്ച് ഋത്തപ്പനെ ഏൽപ്പിക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ അവനെ പൊക്കിയെടുത്തുകൊണ്ട് ഞങ്ങൾ റൂമിലോട്ട് പോയി. അവിടെ ചെന്നിട്ട് അവൻ ആദ്യക്കുട്ടൻ നമ്മുടെ ഋത്തപ്പനെ വിളിച്ച് ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഋത്തുക്കുട്ടൻ നല്ല ഉറക്കമാണ്. പിന്നെ അവനെ ഏൽപ്പിച്ചു. ഞങ്ങൾ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് പെട്ടെന്ന് എല്ലാവരും റെഡിയാക്കിയിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് ഇറങ്ങുന്ന കാഴ്ചയാണിത്. നമ്മുടെ ഗുരുവായൂരമ്പലത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നമ്മുടെ ഹോട്ടൽ. ഋത്തപ്പൻ മുണ്ടൊക്കെ എടുത്തിട്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൻ പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങി. ലിഫ്റ്റ് അവൻ യൂസ് ചെയ്തില്ല, അവന് പേടിയാണ് ലിഫ്റ്റിൽ കയറുന്നത്. അതുകൊണ്ട് നമ്മൾ ലിഫ്റ്റ് ഒഴിവാക്കി. അച്ഛനും മോനും കോംബോ ആയിട്ട് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആയിരുന്നു, ബ്ലാക്ക് ഷർട്ടും മുണ്ടും. എന്നെ മാത്രം ഒഴിവാക്കി ഞാൻ ഔട്ടായി. അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ്. ഋത്തപ്പൻ അവിടെ ചെന്നപ്പോൾ കടകളൊക്കെ കണ്ടപ്പോൾ ഋത്തപ്പനൊന്ന് ഒരു വണ്ടിയൊക്കെ വേണമെന്ന് പറഞ്ഞ് അവൻ വഴക്കൊക്കെ ഉണ്ടാക്കി. എന്നാലും നമ്മുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ക്ലോക്ക് റൂമിൽ കൊണ്ട് നമ്മൾ ഫോണും ബാഗെല്ലാം വെച്ചപ്പോഴത്തേക്കിനും വണ്ടിയും കൂടെ വെക്കേണ്ടി വന്നു. വണ്ടി അകത്ത് കയറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് അവൻ അലമ്പിയിട്ടാണ് ചോറ് കൊടുക്കുന്നിടത്തൊക്കെ നിന്നത്. അതുകൊണ്ട് ഋത്തപ്പൻ്റെ ഒരു നല്ല ഫോട്ടോ പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങി വന്ന് നമ്മൾ ബാഗൊക്കെ എടുത്ത ഉടനെ ഋത്തുവിന് വണ്ടി മേടിക്കാൻ തന്നെ നമ്മൾ പോയി. അവിടെ ചെന്ന് അവന് ഇഷ്ടമുള്ളത് അവന് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ്. അവനില്ലാത്തൊരു വണ്ടിയായിരുന്നു ട്രെയിൻ. അപ്പോൾ അവൻ ട്രെയിൻ തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ അവൻ നല്ല ഹാപ്പിയായി. കാരണം അവന് അത്രയും നേരം അവന് വണ്ടിക്ക് വേണ്ടിയാണ് അവൻ കരഞ്ഞുകൊണ്ടിരുന്നത്. അവൻ്റെ ഒരു ട്രെയിനൊക്കെ കിട്ടിയപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒരു 10:30 ആയപ്പോൾ നമ്മൾ തൊഴുതിട്ടിറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. രാത്രിയിലത്തെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും സെയിം ഐറ്റംസ് ആയിരുന്നു. മസാല ദോശ, നെയ്റോസ്റ്റ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച്
പിള്ളേർക്കും ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ നടന്ന് ഹോട്ടലിലോട്ട് പോവാണ്. നല്ല ചുട്ട് പഴുത്ത് കിടക്കുമായിരുന്നു റോഡൊക്കെ. നമ്മളതുകൊണ്ട് ചെരുപ്പിടാതെയാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോയത്. നല്ലതായിട്ട് കാലൊക്കെ പൊള്ളിയിട്ടാണ് പിന്നെ ഹോട്ടലിലേക്ക് ചെന്നത്. അവിടെ ചെന്നിട്ട് അമ്പലത്തിൽ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. കാരണം ചോറൂണ് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിള്ളേരെല്ലാം ഉറങ്ങിപ്പോയായിരുന്നു. പിന്നെ നമ്മൾ ഹോട്ടലിൽ വന്നിട്ട് പിള്ളേർ സെറ്റിൻ്റെ എല്ലാം ഫോട്ടോ ഒക്കെ എടുത്തു. കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോരാൻ വേണ്ടി റെഡിയാവാണ്. അങ്ങനെ നമ്മൾ എല്ലാം പാക്ക് ചെയ്തിട്ട് തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. നമ്മൾ അവിടുന്ന് ഇറങ്ങി ഒരു ഉച്ചയോട് കൂടി തന്നെ നമ്മൾ ഇറങ്ങി. നമ്മൾ ശ്രീകോകുലം അപ്പാർട്ട്മെൻറ്റ്സിലാണ് താമസിച്ചത്. ഇത് സെക്കൻഡ് ടൈമാണ് നമ്മൾ അവിടെ തന്നെ താമസിക്കുന്നത്. ഋത്തുക്കുട്ടനെ ഷോറൂമിൽ പോയപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചത്. പിന്നെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് താമസം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളവിടെ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഋത്തുക്കുട്ടൻ ഈ ഒരു യാത്രയിൽ മേടിച്ച വണ്ടികളെല്ലാമാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള ആനത്താവളത്തിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഋത്തുക്കുട്ടൻ നല്ല രീതിയിൽ ഉറങ്ങിപ്പോയിരുന്നു. പിന്നെ ആനയെ ഇഷ്ടമുള്ള ഋത്തുക്കുട്ടന് ഒരു ആനയെ പോലും കാണാൻ പറ്റിയില്ല. ഞാൻ പിന്നെ എല്ലാം വീഡിയോ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഉറക്കമേറ്റ് കഴിഞ്ഞപ്പോൾ ഞാനെല്ലാം അവന് കാണിച്ചു കൊടുത്തു. ഋത്തുക്കുട്ടാ ഏക്കടാ ആന എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും അറച്ചപ്പുറത്തും അപ്പുറത്തും ഇപ്പുറത്തും നിന്നെല്ലാം കിടന്ന് വിളിച്ചെങ്കിലും ഋത്തുക്കുട്ടൻ മൈൻഡാക്കിയില്ല. അവൻ നല്ല സൂപ്പറായിട്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും തോളിൽ മാറി അവൻ കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ ഞങ്ങൾ അതിലൂടെയെല്ലാം നല്ല ചൂടായിരുന്നു. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും നല്ല തണുപ്പുമായി. നമ്മൾ പിന്നെ കുറച്ച് നേരം അതിലൂടെയൊക്കെ നടന്ന് ആനകളെല്ലാം കണ്ട്. ട്രിപ്ലറ്റ്സ് ഫസ്റ്റ് ടൈമാണ് ഇത്ര അടുത്ത ആനകളെ കാണുന്നത്. സോ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവരിങ്ങനെ ആന നമ്മളിങ്ങനെ അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി. ലൈക്ക് ഓരോ വേർഡ്സ് അവർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആന എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഓരോരുത്തരെയൊക്കെ കാണിച്ച് നമ്മളിങ്ങനെ നടന്നു പോവാണ്. നമ്മൾ ഒത്തിരി ആനകളുണ്ടായിരുന്നു. ഋത്തുക്കുട്ടനെ കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം അവന് അത്രയ്ക്ക് ഇഷ്ടമാണ് ആനേനെ. എടാ ഈ ഒരു ആന ഇങ്ങനെ മണ്ണ് വാരി മേത്തിടുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഋത്തുക്കുട്ട അത് ആന മണ്ണ് വാരി മേത്തിടുക എവിടെ നിന്ന്? അവൻ അതൊന്നും കേട്ടില്ല. അവൻ നല്ല ഉറക്കമായിരുന്നു. എന്നാൽ ശരി, യാത്രാക്ഷീണമുണ്ട്, നമുക്ക് എറൗണ്ട് ഒരു 4 to 5 hours എടുക്കും കോട്ടയം ടു ഗുരുവായൂർ. പക്ഷേ നമ്മൾ എറൗണ്ട് 6 to 7 hours എടുത്തു അവിടെ എത്താൻ. കാരണം നല്ല പിള്ളേരെയും കൊണ്ട് പോകണ്ടേ, അതുകൊണ്ട് ഇത്രയും നമ്മൾ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണം പിള്ളേർക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് യാത്ര തുടരുകയാണ്. നട്ടപ്ര വെയിലത്താണ് നമ്മൾ ആനയെ കാണാൻ വേണ്ടി ഇറങ്ങിയത്. പിന്നെ നമ്മൾ ഋത്തുക്കുട്ടൻ ഏൽക്കുമ്പോഴത്തേക്കിനും മതിയായിരുന്നു നമുക്കൊരു കഴിക്കാനുള്ള ഒരു ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ചാലക്കുടി എത്തിയപ്പോൾ ഋത്തുക്കുട്ടൻ ഏറ്റു. നമ്മളൊരു ഹോട്ടലിൽ കയറിയപ്പോഴത്തേക്കിനും അവിടെ ചോറില്ലായിരുന്നു. ചേട്ടാ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരിയിൽ ചോറ് തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും ആ ചേട്ടൻ പറഞ്ഞു, തൊട്ടടുത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് മോനെ, അവിടെ ചെന്നാൽ ചോറ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആദ്യം കടയിൽ നിന്ന് തൊട്ടടുത്തുള്ള വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് പിള്ളേർക്ക് മാത്രം ചോറ് മേടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കയറിയ ഹോട്ടലിൽ തന്നെ വന്നു. കാരണം നമുക്ക് ചോറ് ആവശ്യമില്ലല്ലോ, നമുക്ക് ബിരിയാണിയൊക്കെ മതിയല്ലോ. അങ്ങനെ നമ്മൾ അത് വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഓർഡറെല്ലാം പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡുമായിട്ട് ഏട്ടൻ വരാമെന്ന് പറഞ്ഞു. എന്നോട് പോയി ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഏട്ടൻ ഫുഡ് കൊണ്ടുവന്നിട്ട് ഞാൻ പിള്ളേർക്കെല്ലാം ചോറൊക്കെ കൊടുത്തു. അതിനുശേഷം നമുക്കുള്ള ഫുഡ് വന്നു. അവിടെ ഇരുന്ന് നമ്മൾക്കുള്ള ഫുഡ് കഴിച്ചു. സാധാരണ എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു ഹോട്ടലിൽ സമ്മതിക്കാത്തൊരു കാര്യമാണ് പുറത്തു നിന്നുള്ള ഫുഡ് കൊണ്ടുവന്ന് കഴിക്കുന്നത്. പക്ഷേ ഇവരതിന് നമ്മളെ സമ്മതിച്ചു. ഒരു കുഴപ്പമില്ലായിരുന്നു. അവരുടെ സർവീസ് ആയിക്കോട്ടെ, അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, എല്ലാം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. എനിക്ക് നമുക്ക് അവർ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ഈ നട്ടപ്പുറ വെയിലത്ത് നമ്മൾ ഈ വണ്ടിയിരുന്ന് ഫുഡ് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അത്ര പ്രാക്ടിക്കബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ നിറഞ്ഞ് ഹാപ്പി ആയിട്ട് അക്വേറിയത്തിലെ മീനുകളെയൊക്കെ നോക്കി ഋത്തുക്കുട്ടൻ കുറച്ച് നേരം അവിടെ നിന്നു. ഫസ്റ്റ് ടൈമാണ് ഇത്ര അടുത്ത് മീനുകളെയൊക്കെ കാണുന്നത്. അപ്പം അവൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവൻ എല്ലാവരും വിളിച്ചിട്ട് കാണിക്കുമായിരുന്നു മീനെന്നൊക്കെ പറഞ്ഞ്. കുറേ നേരം അവിടെ നിന്നു. ഈ സ്പോട്ട് വന്നിട്ട് ചാലക്കുടിയിൽ മീൻചട്ടി എന്നൊരു ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. ഒരു 1.5 മണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്ത് നമ്മൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അടുത്ത നമ്മൾ വന്നത് കൂത്താട്ടുകുളത്താണ്. അവിടെ വന്നിട്ട് നമ്മൾ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി ഒരു ലൈമൊക്കെ ഓർഡർ ചെയ്തു. നല്ല ഇഞ്ചിയും ഗ്ലൂക്കോസ് പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു ലൈമാണ് കിട്ടിയത്. ഇത്രയുള്ള നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.